17-ാം ദിവസം. സുവിശേഷ ദീപം കേരളത്തിൽ. സൊക്കോത്രയിൽ നിന്നും യാത്ര തുടർന്ന തോമാസ് ശ്ലീഹ AD 52 കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്നു. കൊടുങ്ങല്ലൂരിനടുത്തുള്ള മാലിയങ്കര എന്ന സ്ഥലത്താണ് ശ്ലീഹ കപ്പലിറങ്ങിയത്. കൊടുങ്ങല്ലൂരിൽ അക്കാലത്ത് ധാരാളം യഹൂദർ വസിച്ചിരുന്നു. അവരോടാണ് ശ്ലീഹ ആദ്യം സുവിശേഷം പ്രസംഗിച്ചത്. അനേകം യഹൂദർ തോമാസ് ശ്ലീഹായിൽ നിന്നും മാമോദിസ സ്വീകരിക്കുകയും ചെയ്തു. ഏകദേശം 40 യഹൂദ കുടുംബങ്ങളാണ് മാമോദിസ സ്വീകരിച്ചത്. റമ്പാൻ മാളിയേക്കൽ തോമസും ഈ കൂട്ടത്തിൽപ്പെടുന്നു. ഏതാനും നാളുകൾക്ക് ശേഷം ശ്ലീഹ മൈലാപ്പൂരിലേക്ക് പോയി. അവിടെ കുറെ കാലം ചിലവഴിച്ചു കഴിഞ്ഞപ്പോൾ കൊടുങ്ങല്ലൂരിലെ ചേര രാജാവ് ആളയച്ച് ശ്ലീഹായെ കൊടുങ്ങല്ലൂരിലേക്ക് തിരികെ വരുത്തിച്ചു. കൊടുങ്ങല്ലൂരിൽ തൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്ന ശ്ലീഹ വീണ്ടും അനേകരെ ക്രൈസ്തവരാക്കി. അവിടുത്തെ ഒരു സിനഗോഗ് പള്ളിയായി അദ്ദേഹം പരിവർത്തനം ചെയ്തു. വിചിന്തനം. തോമാസ് ശ്ലീഹ കേരളത്തിൽ ആദ്യം കപ്പലിറങ്ങിയെന്ന് വിശ്വസിക്കപ്പെടുന്ന മാലിയങ്കര AD 1-ാം നൂറ്റാണ്ടിൽ ചേര രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്ന കൊടുങ്ങല്ലൂരിൻ്റെ ഭാഗമായിരുന്നു. ഇന്ത്യയിൽ തന്നെ പ്രമുഖ വാണിജ്യ കേന്ദ്രമായിരുന്ന കൊടുങ്ങല്ലൂരിൽ അക്കാലത്ത് ഒട്ടേറെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വസിച്ചിരുന്നു. അക്കൂട്ടത്തിൽ ധാരാളം യഹൂദരുമുണ്ടായിരുന്നു. അവരായിരുന്നു തോമാസ് ശ്ലീഹായിൽ നിന്നും ആദ്യം മാമോദിസ സ്വീകരിച്ചവർ. കേരളത്തിലെ ക്രൈസ്തവരെ നസ്രാണികളെന്ന് ആദ്യം വിളിച്ചത് അന്നിവിടെ ഉണ്ടായിരുന്ന യഹൂദർ തന്നെ ആയിരുന്നിരിക്കണം. ജെറുസലത്ത് ആദ്യ ക്രൈസ്തവർ അറിയപ്പെട്ടിരുന്നത് നസ്രായർ എന്ന പേരിലായിരുന്നല്ലോ. നസ്രായൻ്റെ അനുയായികൾ എന്ന അർത്ഥത്തിൽ അവരെ ഈ പേര് ചൊല്ലി വിളിച്ചത് യഹൂദരായിരുന്നു. അതുപോലെ കൊടുങ്ങല്ലൂരിൽ ക്രൈസ്തവരായിത്തീർന്ന യഹൂദരെ മറ്റ് യഹൂദന്മാർ നസ്രാണികളെന്ന് വിളിച്ചു കാണണം. തോമാസ് ശ്ലീഹായിൽ നിന്നും നേരിട്ട് വിശ്വാസം സ്വീകരിച്ച ക്രൈസ്തവരുടെ പിന്മുറക്കാരാണ് നമ്മൾ. നസ്രാണികൾ എന്ന നാമം വളരെ അഭിമാനത്തോടെ സ്വീകരിച്ചിരുന്നവരുടെ പിന്മുറക്കാർ. മർത്തോമ ക്രിസ്ത്യാനികൾ എന്ന നാമം വളരെ അഭിമാനത്തോടെ വിളിച്ചു പറയുവാൻ നമുക്ക് സാധിക്കണം. തോമാസ് ശ്ലീഹായുടെ വിശ്വാസ തീക്ഷ്ണത നമ്മിൽ നിറഞ്ഞു നിൽക്കണം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത തോമാസ് ശ്ലീഹ എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർക്ക് മാമോദിസ നൽകി. യഹൂദരും ബ്രാഹ്മണരും മാത്രമല്ല, സമൂഹത്തിലെ എല്ലാ ഗണത്തിൽപ്പെട്ടവരും വിശ്വാസകൃപയ്ക്ക് യോഗ്യരാണെന്ന് അദ്ദേഹം കണ്ടു. ക്രൈസ്തവ വിശ്വാസം അഭിമാനത്തോടെ നമുക്ക് ഏറ്റുപറയാം. ആ വിശ്വാസത്തിന് ശക്തമായ സാക്ഷ്യം നൽകിക്കൊണ്ട് ഒപ്പമുള്ളവരെ വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അത് നമ്മുടെ പ്രേക്ഷിത കടമയാണ്. തൃപ്പാദം